Hello guys, it's Sinamu. So welcome back to Sinamu Stories. 1 month മുമ്പ് ഞാൻ മീഷോന്നും മിന്ത്രയിൽ നോക്കി നമുക്ക് കമ്മീഷൻ ബേസ്ഡ് ആയിട്ട് ഏർണിങ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോന്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് കമന്റ്സും ധാരാളം മെസ്സേജും വന്നിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ആപ്പ് വിഷ്ലിങ്കിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വിഷ്ലിങ്കിലൂടെ മിന്ത്ര, മീഷോ, അജിയോ എന്ന ആപ്പിലൂടെ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി അതിന്റെ വീഡിയോ ചെയ്താൽ ആ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മീഷൻ കിട്ടും. സോ ഈ വിഷ്ലിങ്കിലൂടെ നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും, അതുപോലെ ഇതിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വിഷ്ലിങ്ക് ക്രിയേറ്റർ എന്ന് സെർച്ച് ചെയ്താൽ ഈ ആപ്പ് നിങ്ങൾക്ക് കിട്ടും. ഈ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. സോ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കും, അത് ടൈപ്പ് ചെയ്യുക. OTP വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. OTP വന്നാൽ വെരിഫൈ ചെയ്യുക. അതുപോലെ നിങ്ങളോട് ഒരു റെഫറൽ കോഡ് ചോദിക്കും, അതിന് നിങ്ങൾ സിനാമു SINAMUH എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ എന്താ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ അല്ലെങ്കിൽ യൂട്യൂബോ കണക്ട് ചെയ്ത് കൊടുക്കണം. എന്റെ ഇൻസ്റ്റാഗ്രാം ഓൾറെഡി വിഷ്ലിങ്ക് ആയിട്ട് കണക്റ്റഡ് ആണ്. സോ എന്റെ ഒരു ക്രാഫ്റ്റിന്റെ പേജ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് അത് കണക്ട് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അത് കണക്ട് ആയി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ മിനിമം 2000 ഫോളോവേഴ്സും അതുപോലെ യൂട്യൂബ് ആണെങ്കിൽ മിനിമം 500 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ നിങ്ങൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ എന്താ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും ഉണ്ടാവുക. ഈ ക്രാഫ്റ്റിന്റെ പേജ് ഞാൻ ഇതിൽ എന്താ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ കണക്ട് ടു സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് വിഷ്ലിങ്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾ ഏത് ബ്രാൻഡിന്റെ വീഡിയോ ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി എന്റെ ക്രാഫ്റ്റിന്റെ പേജിൽ എന്താ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശേഷം വിഷ്ലിങ്ക് ആപ്പ് എടുത്തിട്ട് ക്രിയേറ്റ് ഫസ്റ്റ് വിഷ്ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ പോസ്റ്റും റീൽസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങളിപ്പോ അപ്ലോഡ് ചെയ്ത ആ ബ്രാൻഡിന്റെ വീഡിയോ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ചാൽ കൊളാബ് ചെയ്ത പോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, വിഷ്ലിങ്കിൽ ചെയ്യാൻ പറ്റില്ല. സോ വീഡിയോ സെലക്ട് ആക്കിയിട്ട് അതിനൊരു ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് ആഡ് പോസ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ അന്നേരം നിങ്ങൾക്ക് എന്താ ആഡ് പ്രൊഡക്ട്സ് എന്ന് വന്നിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങൾ ഏത് ബ്രാൻഡിന്റെ ആണോ അവിടെ പോയിട്ട് ആ പ്രൊഡക്റ്റിന്റെ ലിങ്ക് എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഞാനിപ്പോ എന്താ ടീഷർട്ട് ആണ് മീഷോന്ന് വാങ്ങിയത്. സോ ഞാൻ മീഷോയിൽ പോയിട്ട് ആ ടീഷർട്ടിന്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ തന്നെ എന്ത് ചെയ്യാ, പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിനുശേഷം എന്താ കൺവേർട്ട് ആൻഡ് ആഡ് പ്രോഡക്ട്സ് ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ യുവർ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പബ്ലിഷ് യുവർ പോസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സോ വി ഹാവ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് അവർ ഫസ്റ്റ് വിഷ് ലിങ്ക്. സോ ഈ കാണുന്ന ലിങ്ക് നമുക്ക് നമ്മുടെ ബയോയിൽ, ഇൻസ്റ്റാഗ്രാം ബയോയിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ആഡ് ടു ഷോപ്പ് ക്ലിക്ക് ചെയ്താൽ നമ്മളെ പ്രൊഡക്ട്സും ഓരോ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ സൈഡിലുള്ളത് ക്ലിക്ക് ചെയ്താൽ ആ എന്താ പ്രൊഡക്റ്റിന്റെ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഇതെന്ന് വിചാരിച്ചാൽ നമ്പർ ഓഫ് ക്ലിക്സ്, അതായത് നമ്മൾ ഷെയർ ചെയ്ത ലിങ്കിൽ എത്ര ആള് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. തേർഡ് സ്റ്റെപ്പ് വരുന്നത് ഷെയർ വിഷ്ലിങ്ക് ആൻഡ് ഏൺ എന്നാണ്. സോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ പോസ്റ്റിന്റെ സൈഡ് പോയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ പ്രൊഡക്റ്റിന്റെ ലിങ്ക് കോപ്പി ചെയ്യുക. അല്ലെങ്കിൽ ആ മൊത്തമായിട്ടുള്ള പോസ്റ്റിന്റെ ലിങ്ക് കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഒന്നെങ്കിൽ ആ പോസ്റ്റ് തന്നെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ലിങ്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ ആ ലിങ്ക് നിങ്ങളെ സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വിഷ്ലിങ്കിന്റെ പ്രൊഫൈൽ എടുത്താൽ നിങ്ങൾക്ക് എന്താ നെയിമും എബൌട്ടും അതുപോലെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യാനുണ്ടാവും. അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് എന്താ അക്കൗണ്ട് ഇൻഫർമേഷൻ, നിങ്ങളെ അക്കൗണ്ട് നമ്പറും അതുപോലെ പാൻ കാർഡ് നമ്പറും കറക്റ്റ് ആയിട്ട് തന്നെ അവിടെ അപ്ഡേറ്റ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ടിവേറ്റ് എൻഗേജ് ആണ്. സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഒറിജിനൽ ആയിട്ടുള്ള അക്കൗണ്ട് സിനാമു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അതിന്റെ തന്നെ കണക്റ്റഡ് ആയ വിഷ്ലിങ്കും ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഇതിൽ നിങ്ങൾ പ്രൊഫൈലിൽ പോയിട്ട് എഡിറ്റ് പ്രൊഫൈൽ എടുത്താൽ പേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഈ പേജിൽ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ എന്താ ഒരു ഫേസ്ബുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്റെ ഓൾറെഡി കണക്റ്റഡ് ആയതുകൊണ്ട് ഇവിടെ വേഗം വന്നിട്ടുണ്ട്. സോ അതിലുള്ള ഫേസ്ബുക്ക് പേജ് സിനാമു എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സിൽ പോയിട്ട് മെസ്സേജ് ആൻഡ് സ്റ്റോറി റിപ്ലേസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതെടുത്തിട്ട് മെസ്സേജ് കൺട്രോൾ എടുത്താൽ
അലോ ആക്സസ് ടു ഓൾ മെസ്സേജ് എന്നുള്ളത് നിങ്ങൾ ഓൺ ആക്കി ഇടുക. സോ ഇതിന് ശേഷം വിഷ് ലിങ്ക് ഓപ്പൺ ചെയ്ത് പ്രൊഫൈലിൽ പോയിട്ട് എനാബിൾ വിഷ് ലിങ്ക് എൻഗേജ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളോട് എന്ത് ചെയ്യും, ഫേസ്ബുക്കിന്റെ ഐഡിയും പാസ്വേഡും ചോദിക്കും. എന്റേത് ഓൾറെഡി കണക്റ്റഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ എന്ത് ചെയ്യും, ആ വിഷ് ലിങ്കും FBയും തമ്മിൽ എന്ത് ചെയ്യും, കണക്ട് ആവും. ശേഷം ഈ കാണുന്ന രണ്ട് ഓപ്ഷൻസും ഓൺ ആക്കി ഇടുക. അതായത് എന്താ, വിഷ് ലിങ്ക് എൻഗേജ് എനാബിൾ ചെയ്യുക, അതുപോലെ കമന്റ് റിപ്ലൈസും എനാബിൾ ചെയ്യുക. ഇതെന്താന്ന് വിചാരിച്ചാൽ നിങ്ങളൊരു വീഡിയോ ഇട്ടാൽ നിങ്ങളോട് എന്താ ലിങ്ക് ചോദിക്കും, ആ പ്രൊഡക്റ്റിന്റെ ലിങ്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ലിങ്ക് അവർ കമന്റ് ചെയ്താൽ അവർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് പോവും, ആ ലിങ്ക് പോവും. അതുപോലെ അവര് ഇട്ട കമന്റിന് എന്ത് ചെയ്യും, ഒരു റിപ്ലൈ കൊടുക്കും. അത് രണ്ടുമാണ് നമ്മൾ ഇവിടെ ഓൺ ആക്കി ഇട്ടിട്ടുള്ളത്. അത് നമുക്ക് ഏത് വേർഡ്സ് ഒക്കെയാണ് വന്നാലാണ് റിപ്ലൈ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ റിപ്ലൈ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ലിങ്ക് എന്നോ DM എന്നോ എന്താണോ അവർ ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്താൽ കമന്റ് പോകണം എന്നുള്ളതിന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തിരിച്ച് ആ കമന്റ് നമ്മൾ റിപ്ലൈ ചെയ്യുന്നത് പ്ലീസ് ഫോളോ ആൻഡ് ചെക്ക് DM എന്നോ, അല്ലെങ്കിൽ ഫോളോ ആൻഡ് ചെക്ക് DM എന്നോ, അല്ലെങ്കിൽ പ്ലീസ് ചെക്ക് യുവർ DM എന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്റെ വിഷ് ലിങ്ക് അക്കൗണ്ട് ഇതിൽ എന്താ പ്രൊഫൈലിൽ എന്റെ എല്ലാ കാര്യങ്ങളും ഫിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ എന്താ യൂട്യൂബും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്താ നെക്സ്റ്റ് വരുന്നത് വിഷ് ലിങ്ക് എൻഗേജ്, അത് നമ്മൾ ഓൾറെഡി ഓണാക്കി. പിന്നെ വരുന്നത് പേ ഔട്ടിൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് എത്ര കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്, ഏതൊക്കെ പ്രൊഡക്റ്റിന് എത്ര കമ്മീഷൻസ് വന്നിട്ടുണ്ട്, അതിന് എത്ര റിട്ടേൺ പോയിട്ടുണ്ട്. റിട്ടേൺ പോയാൽ ആ പ്രൊഡക്റ്റിന്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടില്ല. അവരത് വാങ്ങിയിട്ട് ആ ഒരു റിട്ടേൺ ഡേറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾക്ക് ആ കമ്മീഷൻ കൺഫേം ആവുള്ളൂ. ഇതിൽ പോസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഡ് ചെയ്ത വീഡിയോന്റെ പോസ്റ്റും അതിന്റെ ലിങ്കും കാണാൻ പറ്റും. ഇപ്പുറത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കളക്ഷൻസ് ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സിംഗിൾ പ്രൊഡക്റ്റിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതാണ് വിഷ് ലിങ്കിന്റെ ഓവർ ആയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ തന്നെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പിന്നെ നിങ്ങൾ എന്താ വിഷ് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ റെഫറൽ കോഡ് താഴെ കൊടുത്തിട്ടുണ്ട്, അത് കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സിനാമോ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്റെ Instagram ID ഉണ്ട് താഴെ, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.